പ്രൈസ് ദി ലോർഡ്. വളരെ വേദനയോട് ആണ് ഈ ഒരു ചെറിയ വീഡിയോ മെസ്സേജ് ഞാൻ അയക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകത്തോട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിശ്വാസികളെന്ന് പറയുന്നവരോട് ഒരു ചെറിയ അപേക്ഷയാണ് എനിക്കുള്ളത്. നമ്മുടെ കൊച്ചി കേരളത്തിന് എന്ത് പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, കേരളം ഭ്രാന്താലയമാണെന്ന്. ഞാനൊരു പക്ഷെ ചിന്തിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമാണ്. കാരണം മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരിൽ ഭ്രാന്ത് പിടിച്ച് എന്തുമാകട്ടെ ഏതുമാകട്ടെ എങ്ങനെയുമാകട്ടെ എന്നും പറഞ്ഞെടുക്കുന്ന കുറേ ആളുകൾ. ഞാനിത് പറയാൻ കാരണം ആത്മീയ ഗോളത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നതായ വലിയ പരാജയം, നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് കേരളക്കരയിൽ സുവിശേഷ പ്രവർത്തന രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് അല്ലെങ്കിൽ പരാജയത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ അതിന്റെ എല്ലാം പിന്നിലുള്ളത് ധനം സമാഹരിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ വചനം വിറ്റ് എന്തെല്ലാം അതിൽ കൂടെ കാണിക്കാമോ, എന്തെല്ലാം അതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ളതായ ദുഷ്പ്രവൃത്തികൾ ചെയ്താലും അവർക്ക് പണം മതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട് ചില ദേവദാസന്മാരുടെ ഭാഷാ പ്രയോഗങ്ങൾ, ചിലരുടെ തട്ടിപ്പ്. കഴിഞ്ഞ ദിവസം ഇന്ന് ഒരു വീഡിയോ കാസറ്റ് കാണുവാനിടയായി അങ്കമാലിയിൽ നിന്ന് അടൂരെ പ്രവാചകന്റെ അടുത്ത് പോയ ഒരു സഹോദരന്റെ ഒരു മെസ്സേജ്, പ്രവാചകൻ വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റി പാസ്പോർട്ട് വാങ്ങിച്ചതും നമ്പർ പറഞ്ഞതും ഒക്കെ ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവമക്കളെ, സുവിശേഷം പ്രവചനമല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കാനാണ്. കർത്താവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപത്തിൽ കിടക്കുന്ന ജനത്തെ ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി കടന്നുപോയി മടങ്ങി ഇനി തിരികെ വരും. അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ് സുവിശേഷം. അതറിയിക്കാനാണ് പറഞ്ഞത്. കർത്താവ് ജീവനോടിരിക്കുമ്പോഴും ഭൂമിയിൽ രോഗികളുണ്ട്. കർത്താവ് പലർക്കും സൗഖ്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് രോഗസൗഖ്യമെന്നും പറഞ്ഞൊരു കൂട്ടരത്, പ്രവാചകന്മാരെന്ന് പറഞ്ഞൊരു കൂട്ടരത്, ഇത് മുഴുവനും പൈശാചിക ബന്ധനമാണ്. നമുക്കറിയാം, പൗലോസ് കടന്നു പോകുമ്പോൾ വെളിച്ചപ്പാടത്തി അന്നുകൊണ്ടിത് അവർ കറക്റ്റായിട്ട് പൗലോസിനോട് തൂത് പറഞ്ഞു. പക്ഷേ പൗലോസ് അവളെ ശാസിച്ചവിടെ മേലുള്ള ദുരാത്മാവ് വിട്ടുപോയി. ഇന്നൊരു പക്ഷേ പൗലോസിന്റെ അത്രയും കൃപയുള്ള ദൈവദാസന്മാരുണ്ടായിരുന്നെങ്കിൽ ഈ അടൂരെ ചെറുക്കനും ഒന്നും ഇത്രയും കിടന്ന് വെള്ളത്തില്ല. എനിക്ക് പറയാനുള്ളത് ജനങ്ങളോടാ, ദയവ് ചെയ്ത് നിങ്ങൾ പോയി ഈ പാപത്തിൽ പിന്നെയും വീഴരുത്. ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് നേരിട്ട് നമ്മുടെ ദൈവത്തോട് കാര്യങ്ങൾ പറയാം. തിരുവചനപ്രകാരം നമുക്ക് അവകാശപ്പെട്ട ദൈവം തരുവാം. നമ്മൾ മക്കളും അവൻ അപ്പനുമെങ്കിൽ നമുക്ക് അപ്പന്റെ സ്വത്തിന് അവകാശമില്ലേ? ഇവർക്കായിട്ട് എന്താ പ്രത്യേകം കൊടുത്തിരിക്കുന്നത്? ഒന്നുമില്ല. 2, ഇന്ന് കോട്ടയം മാങ്ങാനത്ത് ഷാജി എന്ന് പറയുന്നൊരു ദൈവദാസൻ രോഗികൾക്ക് വേണ്ടി രോഗത്തിന്റെ പരിശീലന ക്ലാസ്, രോഗസൗഖ്യ പരിശീലന ക്ലാസ്, ഞാൻ ആ തന്ന നമ്പർ ഞാൻ വിളിച്ചു. ആ പയ്യനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കൊച്ചനാ എടുത്തത്. ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇതെന്തായി കാണിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനല്ല, ഇങ്ങനെ എഴുതിയാ തെറ്റിപ്പോയതായിരിക്കും, അങ്ങനെ അതിനകത്ത് പറഞ്ഞ് ഉരുളാൻ തുടങ്ങി. ഞാൻ അവരോടും കാര്യം പറഞ്ഞു. രോഗം ശാന്തി പരിശീലന ക്ലാസ്, രോഗം, അപ്പൊ അതിനും പരിശീലന ക്ലാസ്സാണ്, പ്രവചനത്തിനും പരിശീലന ക്ലാസ്സാണ്. ദൈവമക്കളെ, ഇന്ന് ആധുനിക ശാസ്ത്രം വളരെ വികസിച്ചു. എന്റെ പാസ്പോർട്ട് അടിച്ചാൽ, അല്ലെ എന്റെ കാറിന്റെ നമ്പർ അടിച്ചാൽ, എന്റെ വണ്ടിയുടെ നമ്പർ ഒരു സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിക്കുന്ന മുഴുവൻ വിവരങ്ങളും അവർക്ക് കിട്ടും. എല്ലാം കിട്ടും. ചുറ്റുപാട് ആരെങ്കിലും വിട്ട് എന്റെ വീട്ടിൽ പോയി അന്വേഷിച്ച കാര്യങ്ങൾ അറിയാം. ഇതല്ലാതെ ഒരു പ്രവചനവും ഇവർ ചെയ്യുന്നില്ല. കർത്താവ് പറയുന്ന പ്രവചനം, പുതിയ നിയമസഭയിലെ പ്രവചനം എന്താണെന്ന് ചോദിച്ചാൽ പഴയ നിയമസഭയിലുമുള്ള പ്രവചനം, സ്തോത്രം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, പാപത്തെക്കുറിച്ച് ബോധം വരുത്തി കൊടുക്കുന്നത് പ്രവചനം. എന്റെ ജീവിതത്തിൽ ഞാനൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തെ വിളിച്ച് എനിക്ക് ബോധ്യം വരുത്തി തരുന്നതാണ്
പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലാതെ പാസ്പോർട്ടുണ്ടെന്നും ജോലി അമേരിക്കയെ വിടാമെന്നും ഇതൊന്നും തിരുവചനത്തിലുള്ളതല്ല. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. ഇത് മുഴുവനും പൈശാചിക ബന്ധനമാണ്. 2, ഇങ്ങനെയുള്ളവരെ ഒരു കാര്യം ഓർപ്പിക്കാനാണ് ഞാൻ വിളിച്ചത്. വലിയ താമസമില്ലാതെ ദൈവത്തിന്റെ ശിക്ഷാവിധി നിങ്ങൾ വാങ്ങിച്ചു കിട്ടും. മാനുഷികമായ ശിക്ഷകളും നിങ്ങളുടെ മേൽ വരും. കാരണം വഞ്ചന കുറ്റത്തിന് നിങ്ങളുടെ പേര് കേസ്, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കേസെടുക്കാൻ വകുപ്പുണ്ട്. ഇങ്ങനെയുള്ള ശുശ്രൂഷകർ ജനത്തെ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജാതികളിൽപ്പെട്ട ഹൈന്ദവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരന്മാരോ ഇനി ക്രൈസ്തവരായിക്കോട്ടെ ഒരു കേസ് ഫയൽ ചെയ്താൽ നിങ്ങൾ തെളിയിച്ചേ മതിയാകുള്ളൂ രോഗസൗഖ്യവും പ്രവചനവും. അവർ 4 പേരെ കൊണ്ടു നിർത്തിച്ച് ഇവരുടെ ഹിസ്റ്ററി പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ പറയും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ചതികുഴികൾ വീഴരുത്. ഇവർ മുഴുവൻ ജഡിക മനുഷ്യരാ. ഇവർ മൊത്തം ഈ ലോകത്തിന്റേതായ മ്ലേച്ഛതകളിൽ ജീവിക്കുന്നവരാ. ഇവരാരും ദൈവത്തിന്റെ ഈ ടിജോ എന്ന് പറഞ്ഞ ഇറക്കണ്ട അവന്റെ മുഖത്ത് നോക്കുമ്പോഴറിയത്തില്ല അവൻ സർവത്ര പ്രൗഢാന്നുള്ളത്. അവന്റെ മുഖത്ത് ശക്തി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അവനെ പോലെ തരികട കാണിക്കുന്നവൻ ഈ ലോകത്തിലെ റൗഡികളെന്ന് പറയുന്നവരില്ല. അത്ര പ്രൗഢാണ്. തീർച്ചയായും പറയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ തങ്കുവിന്റെ അടുത്തോ കഴിഞ്ഞ വേനോട് ഒരാൾ പറയുന്നു കോട്ടയത്ത് വെച്ചിരിക്കുന്ന വീടിന് എത്ര കോടിയാണെന്ന് ആർക്കും അറിയത്തില്ലെന്ന്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവനാ. എവിടെ ദൈവമക്കളെ, പൗലോസ് പറയുന്നു ചപ്പും ചവറുമായി എണ്ണിയെന്ന്. അവന്റെ അപ്പൻ കപ്പൻ ഉടമയായിരുന്നു. അവൻ ആരായിരുന്നു? അപ്പൊ സുവിശേഷ വേല എന്ന് പറയുന്നത് ഇന്നൊരു പണസമ്പാദനമാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, രാഷ്ട്രീയക്കാരെ പോലെ നമ്മളായി തീരരുത്. രാഷ്ട്രീയക്കാരുടെ പുറകെ നമ്മൾ പോയി കൊടി പിടിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴി വെട്ടുകൊണ്ട് വീഴും. നേതാക്കന്മാർ AC റൂമിൽ സുഖിച്ചിരിക്കും. അതുപോലായിപ്പോ ഇവന്മാരും. അതുകൊണ്ട് ദൈവമക്കളൊരു കാര്യം ഓർക്കണം. പ്ലീസ്, ദയവ് ചെയ്ത് ഇതുപോലുള്ള പോയി നിങ്ങളുടെ ആത്മീയ അനുഗ്രഹം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് ദൈവവചനമുണ്ട്. ദൈവവചന പ്രകാരം നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ദൈവത്തിന്റെ വചനമാണ് നിങ്ങളെ വിടുവിക്കുന്നത്. ഇതുപോലെയുള്ളതായ പൈശാചികന്മാർ പറയുന്ന കാര്യങ്ങളിൽ പോകാതെ നിങ്ങൾ സ്വയം ദൈവവചനം എടുത്തു വെച്ച് വായിച്ച് നമുക്ക് ആവശ്യമുള്ളതിനകത്ത് ദൈവം തന്നിട്ടുണ്ട്. സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾക്കറിയാമോ? 60 വർഷക്കാലം ശുശ്രൂഷ തികച്ച് കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം എടുക്കപ്പെട്ട കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറ് 60 വർഷം കർത്താവിന്റെ വേല ചെയ്തിട്ട് അദ്ദേഹത്തെപ്പറ്റി ഒരക്ഷരം പറയുവാൻ ഈ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. എന്നാണെന്നറിയാമോ? അദ്ദേഹം അത്ഭുതം ചെയ്തില്ല, അടയാളം ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ ദൈവത്തിന്റെ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം, മറ്റമില്ലാത്ത വചനം അതിശക്തിയോട് എവിടെയും ആരുടെ മുന്നിലും വിളിച്ചു പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ് സുവിശേഷം. ഒരു സുവിശേഷകൻ അങ്ങനെയാ. അദ്ദേഹം കടന്നുപോയപ്പോഴും ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പറയുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് യഥാർത്ഥമായ ഒരു കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത്. ഇവരങ്ങനെയാണോ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് വിടുന്നത്, നിങ്ങൾ ശാപത്തിൽ വീഴാതെ, നമ്മുടെ ശാപത്തിൽ നമ്മളെ കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തതാണ്. അതിനുശേഷം ശാപമില്ല ദൈവമക്കളെ. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ അവൻ സാത്താന്റെ തലയെ കാൽവറിയിൽ തകർത്ത സകല ശാപത്തിൽ നിന്നും ഭാവത്തിൽ നമ്മളെ വീണ്ടെടുത്തവനാ. അവിടെ എന്നെ കേൾക്കും ദൈവമക്കളെ, ദൈവവചനമനുസരിച്ച് ദൈവവചനപ്രകാരം ജീവിപ്പാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇതുപോലെയുള്ള യാതൊരു മീറ്റിങ്ങുകളിലും നിങ്ങൾ പോകാതെ ദൈവനാമത്തിന് വേണ്ടി നിൽക്ക്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.